അമേരിക്കയുടെ 10 വർഷത്തെ ബോണ്ട് ഈൽഡ് 2023 നവംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ഉയർന്നതും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മാനുഫാക്ചറിംഗ് ഡാറ്റ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ സ്ട്രോങ് ആയതിൻ്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഡോ ജോൺസ് 1% ഇടിഞ്ഞു. S&P 0.72, നാസ്ഡാക്ക് 0.89% ഇടിഞ്ഞു. അമേരിക്കൻ മാർക്കറ്റിൽ മാത്രമല്ല ഒട്ടുമിക്ക യൂറോപ്യൻ ഇൻഡിസസുകളും കഴിഞ്ഞ ദിവസം നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. അമേരിക്കൻ മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും വന്ന ഇടിവിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റി 0.48% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന US മാനുഫാക്ചറിംഗ് ഡാറ്റ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ സ്ട്രോങ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ 10 വർഷത്തെ ട്രഷറി ഈൽഡ് 4.4% ഉയർന്നു. ഇതുകൂടാതെ ഇൻഡെക്സിലെ പല ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. മാർച്ച് മാസത്തെ വെഹിക്കിൾ സെയിൽസ് ഡാറ്റ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി മീറ്റ് ചെയ്യാത്തതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ടെസ്ല എന്ന സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ വരും വർഷത്തേക്കുള്ള മെഡിക്കെയർ ഇൻഷുറൻസ് പേയ്മെൻറ്റ് റേറ്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഇടിവ് പ്രകടമായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന US ഫാക്ടറി ഓർഡേഴ്സ് ഡാറ്റ സൂചിപ്പിക്കുന്നത് ഫാക്ടറി ഓർഡേഴ്സിലുണ്ടായിരിക്കുന്ന വർധനവും ഫാക്ടറികളുടെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ടിലുണ്ടായിരിക്കുന്ന വർധനവുമാണ്. കൂടാതെ മാനുഫാക്ചറിംഗ് ഡാറ്റയും സ്ട്രോങ് ആയിട്ടുണ്ട്. ഇത് രണ്ടും സ്ട്രോങ് എക്കോണമിക് ഡാറ്റ ആയതുകൊണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഫ്ലേഷൻ ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 2024 ജൂൺ മാസത്തിൽ നടത്താനിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ ഇത് ബാധിക്കുമോ എന്നുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഉടലെടുത്തു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് 2024 നമ്മൾക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തീരുമാനത്തിലേക്ക് എത്താൻ കൂടുതൽ സമയം വേണ്ടിവരും എന്നുള്ളൊരു ആശങ്കയാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്നത്. 57% ട്രേഡേഴ്സും വിശ്വസിക്കുന്നത് ജൂൺ മാസത്തിൽ 25 ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നാണ്. മുമ്പ് ഫെഡ് പ്രഖ്യാപിച്ചത് 2024 3 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ആഴ്ച ഒരു ഡാറ്റ ഡ്രിവൺ ആഴ്ചയാണ്. പല പ്രധാനപ്പെട്ട ഡാറ്റകളും പുറത്തു വരും. അതിനനുസരിച്ച് മാർക്കറ്റ് വോളറ്റൈൽ ആകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് അമേരിക്കയുടെ പ്രൈവറ്റ് പേറോൾ റിപ്പോർട്ട് ഡാറ്റ പുറത്തു വരും. വെള്ളിയാഴ്ച അമേരിക്കയുടെ ജോബ് ഡാറ്റ പുറത്തു വരും. അതിനുശേഷം ഫെഡ് ചെയർമാനായ ജെറോം പവലിൻ്റെ സ്പീച്ചുണ്ട്. ഇതൊക്കെ അനുസരിച്ച് ഗ്ലോബൽ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും വോളറ്റൈലിറ്റി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ് ബ്രന്റ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ക്രൂഡിൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞ ദിവസം $89 പെർ ബാരൽ എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത്. ഉക്രൈൻ ഡ്രോൺ അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു റഷ്യൻ റിഫൈനറിക്ക് നാശനഷ്ടമുണ്ടായതും മറ്റൊരു പ്രധാന റഷ്യൻ റിഫൈനറി മെയിൻ്റനൻസിൻ്റെ ഭാഗമായി പ്രൊഡക്ഷൻ കുറച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില ഉയരുകയാണ്. കൂടാതെ OPEC+ രാജ്യങ്ങളും പ്രൊഡക്ഷൻ കട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലും സംഘർഷം രൂക്ഷമാവുകയാണ്. 2 ഇറാൻ്റെ ടോപ്പ് ജനറൽസിനെയും 5 മിലിറ്ററി അഡ്വൈസേഴ്സിനെയും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലും ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നു. അമേരിക്കയുടെ ക്രൂഡ് ഇൻവെൻട്രിയിലും ഇടിവ് വന്നു. 2.3 ബില്യൺ ബാരലിൻ്റെ ഇടിവാണ് അമേരിക്കൻ ക്രൂഡ് ഇൻവെൻട്രിയിൽ വന്നത്. ഇതും ക്രൂഡിൻ്റെ സ്കേർസിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ക്രൂഡിൻ്റെ വില $90 പെർ ബാരലിന് മുകളിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് ഇന്ത്യ പോലെ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് സോന BLW പ്രിസിഷൻ ഫോർജിംഗ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.8% ഇടിഞ്ഞ് 678 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 39,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 81.5, ഡിവിഡൻഡ് yield 0.90%, 52 വീക്ക് ഹൈ 718, 52 വീക്ക് ലോ 414. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 15% റിട്ടേണും 1 വർഷം കൊണ്ട് 61% റിട്ടേണുമാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം ഇലക്ട്രിക് 2 വീലേഴ്സിന് വേണ്ടി കമ്പനി നിർമ്മിക്കുന്ന സെക്കൻഡ് ഹബ് വീൽ മോട്ടോറിന് PLI സ്കീം വഴിയുള്ള ഇൻസെൻറ്റീവ് ലഭിച്ചു എന്നുള്ള അപ്ഡേറ്റാണ്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. മുമ്പ് ഫെബ്രുവരി മാസത്തിലും സോന BLW പ്രിസിഷൻ എന്ന കമ്പനി ഇലക്ട്രിക് 2 വീലേഴ്സിന് നിർമ്മിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റിലും PLI സ്കീം ലഭിച്ചിരുന്നു. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആയതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അനുകൂലമായ ഒരു മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്.
സ്റ്റോക്ക് റീസെൻ്റ്ലി 720 എന്ന ലെവലിൽ നിന്നും കറക്റ്റായി 678 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. കൂടാതെ സ്റ്റോക്ക് ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള പാറ്റേൺ ഫോളോ ചെയ്ത് അപ്സൈഡിലേക്ക് നീങ്ങുകയാണ്. 650 സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്. അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 605-600 രൂപയ്ക്ക് അടുത്ത്. ഇവിടെ 720 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി അനുസരിച്ചും സ്റ്റോക്കിനെ പരിഗണിക്കാം. സ്റ്റോക്ക് ഇപ്പോഴും ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് JSW എനർജിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ JSW എനർജി 4% ഉയർന്ന് 542 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. JSW എനർജി 5000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നു. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴിയാണ് കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ അവരുടെ സ്റ്റോക്ക് സെൽ ചെയ്യുകയാണ്. ഏകദേശം 6% ഡിസ്കൗണ്ടിലാണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി JSW എനർജിയുടെ സ്റ്റോക്കുകൾ സെൽ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ 540 രൂപയുടെ ക്ലോസിംഗിൽ നിന്നും സ്റ്റോക്കിന് 510 രൂപ പെർ ഷെയർ എന്ന ഫ്ലോർ പ്രൈസിലായിരിക്കും സെൽ ചെയ്യുക. JSW ഗ്രൂപ്പിൻ്റെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് JSW എനർജി എന്ന കമ്പനി. വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ മെത്തേഡാണ് കമ്പനി ഫോളോ ചെയ്യുന്നത്. റീസെൻ്റ്ലി കമ്പനി അതിൻ്റെ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 260 മെഗാവാട്ടിൽ നിന്നും 7189 മെഗാവാട്ടിലേക്ക് ഉയർത്തിയിരുന്നു. കമ്പനിയുടെ ടോട്ടൽ കപ്പാസിറ്റി പരിശോധിച്ചാൽ തെർമൽ എനർജിയിൽ നിന്നും 3508 മെഗാവാട്ടും വിൻഡ് എനർജിയിൽ നിന്നും 1615 മെഗാവാട്ടും ഹൈഡലിൽ നിന്നും 1391 മെഗാവാട്ടും സോളാറിൽ നിന്നും 675 മെഗാവാട്ടുമാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള എനർജി പോർട്ട്ഫോളിയോയാണ്. കമ്പനിയുടെ ടോട്ടൽ പവർ ജനറേഷൻ കപ്പാസിറ്റി 6.8 ജിഗാവാട്ടാണ്. ടോട്ടൽ ഓപ്പറേഷൻ കപ്പാസിറ്റി 9.8 ജിഗാവാട്ടിനടുത്തുമാണ്. സ്റ്റോക്ക് റീസെൻ്റ്ലി 515 എന്ന ലെവലിനടുത്ത് ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം 542 ഉയർന്നിട്ടുണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് സെല്ലിംഗ് വരികയാണെങ്കിൽ സ്റ്റോക്കിന് 515, 510 തുടങ്ങിയ ലെവലുകളിൽ സപ്പോർട്ട് ലഭിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 475-നും 500-നും ഇടയിൽ സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ചുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്